ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ. പ്രതിവർഷ തുക 11.31 ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. നേരത്തെ യാത്രാബത്ത 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാതിരിക്കുന്നതിനിടെയാണ് യാത്രാബത്ത ഉയർത്താനുള്ള ശുപാർശ. വിവരങ്ങളുമായി അർജുൻ രാജ് ആണ് ചേരുന്നത്. അർജുൻ രാജ്, പല കാര്യത്തിൽ സംസ്ഥാനം ഇത്തരത്തിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാകും ഇനി ചർച്ചയാകുക? ഈ രീതിയിലുള്ള സർക്കാർ നടപടികൾ ഇതിനോടകം തന്നെ വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ PSCയിലൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താനും സർക്കാർ ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഈ ആശാവർക്കർമാർ ഉൾപ്പെടെ സമരം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രത്യേകമായ താല്പര്യമെടുത്ത് ചില കാര്യങ്ങളിൽ മാത്രം സർക്കാർ ഇടപെടൽ നടത്തുകയും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന സമീപനമെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനം ഉയരുന്നത്. കെ.വി. തോമസിന്റെ യാത്രാബത്തയായി 5 ലക്ഷം രൂപയാണ് ഓരോ വർഷവും അനുവദിച്ചിരുന്നത്. പക്ഷേ അത് പോരാ. പ്രതിവർഷം തുക 11,31,000 രൂപ ആക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ ധനവകുപ്പിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് ഈ യാത്രാബത്ത ഉയർത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ധനവകുപ്പാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ അതെന്തായാലും ഈ പൊതുഭരണ വകുപ്പിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം 5 ലക്ഷം രൂപയാണ് യാത്രാബത്തയെ അനുവദിക്കുന്നതെങ്കിലും പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ.വി. തോമസിന് അതിന് കൂടുതൽ യാത്രാ ചെലവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശുപാർശയുള്ളത്. 6,31,000 രൂപ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് യാത്രാബത്തയായി ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷം എന്നുള്ള തുക പോരാ, അത് കൂട്ടണമെന്നാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ ഈ 6 ലക്ഷമോ 7 ലക്ഷമോ അല്ല, അത് 11,31,000 രൂപയാക്കി ഉയർത്തണമെന്ന ശുപാർശയാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ധനവകുപ്പ് ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. ശരി, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താനാണ് ശുപാർശ ഉണ്ടായിരിക്കുന്നത്. പ്രതിവർഷ തുക 11.31 ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയത്. നേരത്തെ യാത്രാബത്ത 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. ആശാ വർക്കർമാർ ഓണറേറിയം ഉയർത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് സമരം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ ഉണ്ടായിരിക്കുന്നത്. അർജുൻ, എന്തായാലും അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനം തന്നെയാകും ഇതിൽ ഉയരുക എന്നുള്ളത് ഉറപ്പാണ്. ഈ യാത്രാബത്ത കൂട്ടുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്രമാത്രം ചിലവ് എന്താണ് അദ്ദേഹത്തിന് വരുന്നത്? സ്വാതി, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി കഴിഞ്ഞ വർഷം ആണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ആ ഘട്ടത്തിൽ ശമ്പളം വേണ്ട എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. 1 രൂപ പോലും അദ്ദേഹം ശമ്പളം വാങ്ങുന്നില്ല. പക്ഷേ സർക്കാരിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ അദ്ദേഹം ഉണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിമാരെയും കേന്ദ്ര സ്ഥാപനങ്ങളെയും ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയി അദ്ദേഹത്തെയാണ് ഉപയോഗിക്കുന്നത്. പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ട്. അത് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ് ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഒപ്പം ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഈ അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേതനം കൂട്ടണം, അവർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരം ചെയ്യുകയും അത് പ്രതിഷേധവുമായി എത്തുകയും ഒക്കെ ചെയ്യുന്ന നിലവിലുണ്ട്.